നമസ്തേ ഓൾ, വിജയമന്ത്ര മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറച്ച് പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 is said to be exact if there exists a function f such that df equal to mdx plus ndy. അതായത് df equal to mdx plus ndy ആകത്തക്ക വിധത്തിൽ നമുക്കൊരു എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എക്സാക്ട് എന്ന് പറയുന്നത്. ദ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ mdx plus ndy equal to 0 is said to be exact is dou m by dou y equal to dou n by dou x. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് ഇതാണ്. എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി dou m by dou y equal to dou n by dou x ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാം തന്നെ എക്സാക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതിനെ എക്സാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് നോട്ട് എക്സാക്ട് വി ക്യാൻ മേക്ക് ഇറ്റ് എക്സാക്ട് ബൈ മൾട്ടിപ്ലൈങ് ഇറ്റ് ബൈ ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ രണ്ട് രീതിയിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ, ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ if dou m by dou y minus dou n by dou x whole divided by m equal to f of y ആണെങ്കിൽ, അതായത് ഫംഗ്ഷൻ ഓഫ് y ഓൺലി ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും, ഇത് ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലി ആണെങ്കിൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ. ഈ രണ്ട് രീതിയിലാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് രീതിയിലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ല ഫംഗ്ഷൻ ഓഫ് വൈയും അല്ല നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ആക്കി മാറ്റുന്ന ഒരു ടേമാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓപ്ഷൻസ് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഏത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സാക്റ്റ് ആവണമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നുകിൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉപയോഗിച്ച് കാണുക, അതല്ലെങ്കിൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ വെച്ച് കാണുക. ഇത് രണ്ട് കേസിലും ചിലപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എഫ് ഓഫ് വൈ എന്നുള്ള രീതിയിലോ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അന്നേരം ചെയ്യുന്നത് ഓരോ ഓപ്ഷൻസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 23 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് dy equal to 0 is, options are 1 by x, 1 by x square, minus 1 by x square, minus 1 by x. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ മെത്തേഡ് പഠിച്ചു. ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആണോ നോക്കുക. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ ഏത് ഫോമിലാണ്, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് അല്ലേ. ഇവിടെ എം എന്ന് പറയുന്നത് വൈ ആയിരിക്കും, എൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് കാണണം, ഡോ എം ബൈ ഡോ വൈ കാണണം. ഡോ എം ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡോ എം ബൈ ഡോ വൈ കാണണം, അതായത് എമ്മിനെ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൈ കൊണ്ട് തന്നെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വാല്യൂ 1 വരും. ഓക്കെ, ഇനി ഡോ എൻ ബൈ ഡോ എക്സ് ആണ് കാണുന്നത്, അതായത് എന്നിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റന്റ്, അപ്പോൾ വൈനെ എന്താക്കണം, കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ വൈ എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x വൈ എന്ന് വരും. വൈ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിനെ അങ്ങനെ നിർത്തുക. എക്സ് സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 2x വരും. ഇനി മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, 1 വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞത് 1ഉം ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞത് 2x വൈ മൈനസ് 1ഉം ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തല്ല, ഡോ എം ബൈ ഡോ വൈയും ഡോ എം ബൈ ഡോ എക്സും എന്തല്ല, ഈക്വൽ അല്ല.
തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തല്ല, എക്സാക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എൻ കണ്ടുപിടിക്കുക. ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂസ് കൊടുത്താൽ 1 മൈനസ് ബ്രാക്കറ്റിൽ 2xy മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു? എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ്. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2xy പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ 1 പ്ലസ് 1 2 മൈനസ് 2xy എന്ന് വരും. 2 മൈനസ് 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് എന്ന് വരും. ന്യൂമറേറ്ററിൽ ഒരു മൈനസ് 2 നമുക്ക് കോമൺ എടുക്കാം. മൈനസ് 2 കോമൺ എടുത്താൽ ഇതിന് നമുക്ക് എക്സ് വൈ മൈനസ് 1 എഴുതാം അല്ലേ. ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ ഒരു എക്സ് കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു എക്സ് വൈ മൈനസ് 1 എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു കോമൺ ഫാക്ടർ എക്സ് വൈ മൈനസ് 1 എന്നുള്ള ഫാക്ടർ വന്നു. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് 2 ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് മൈനസ് 2 ബൈ എക്സ് എന്നൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലേ. ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ബൈ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഈ റേസ് ടു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഈ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത് ഈ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ റേസ് ടു ഇൻ്റഗ്രൽ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ലാസ്റ്റ് വന്നേക്കുന്ന വാല്യൂ ആണ് എഴുതേണ്ടത്. മൈനസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആയിട്ട് വന്നേക്കുന്ന വാല്യൂ ആണ് എഴുതേണ്ടത്. മൈനസ് 2 ബൈ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വാല്യൂ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ് മൈനസ് 2 പുറത്തേക്ക് എടുത്തു. 1 ബൈ എക്സ് ഡി എക്സ്. സോ ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ്. 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് എക്സ് ആണ്. ഓക്കെ, ലോഗ് എക്സ് ആണ് 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേസ് ടു മൈനസ് 2 ലോഗ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് 2നെ എനിക്ക് എക്സിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റും അല്ലേ. അതായത് ഈ റേസ് ടു ലോഗ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഈ റേസ് ടു ലോഗ് ഓഫ് ഈ എക്സ് റേസ് ടു മൈനസ് 2നെ എന്താ എഴുതാം? 1 ബൈ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ റേസ് ടു ലോഗ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പവർ ലോഗ് ഓഫ്. അപ്പോൾ ഈ ടേം മാത്രമായിട്ട് മാറും. അതിനെ ഈ പവർ ഓഫ് ലോഗ് ഓഫ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം മാത്രമായിട്ട് കിട്ടും. അതായത് 1 ബൈ എക്സ് സ്ക്വയറിന് കിട്ടും. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ബാക്കി ചെറിയ രീതിയിലുള്ള ഇൻ്റഗ്രേഷൻ വരും. അതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 1 ബൈ എക്സ് സ്ക്വയറിന് കിട്ടും. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1 ബൈ എക്സ് സ്ക്വയറിന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ജാനുവരി 2022 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഈസ്. ഓപ്ഷൻസ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് സീക്ക് എക്സ് മൈനസ് സീക്ക് എക്സ്. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആദ്യം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എം എൻ ഒക്കെ വേർതിരിച്ച് എഴുതുക. അതിൽ നിന്നും ഡോ എം ബൈ ഡോ വൈ കാണണം, ഡോ എൻ ബൈ ഡോ എക്സ് ആദ്യം കാണണം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എന്നാണ്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ഏത് ഫോമിലാണ്? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതണം ആദ്യം. അപ്പോൾ ഡി വൈ ഇതിനെ ഡി വൈ എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡി വൈ മൊത്തത്തിൽ ഇതിനെ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി വൈ പ്ലസ് വൈ ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി എക്സിന് ഡി എക്സിൻ്റെ ടേംസിനെ അടുപ്പിച്ച് എഴുതുക. സോ ഡി വൈ പ്ലസ് വൈ ടാൻ എക്സ് ഇതിന് ലെഫ്റ്റിലേക്ക് എടുക്കുക. മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ
എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഫോമിലായി. ഇവിടെ എമ്മിൻ്റെ പ്ലേസിൽ എന്ത് വരും? വൈ ടാൻ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എൻ ഡി വൈ എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പ്ലേസിൽ 1 വരും. ഓക്കെ, അതെന്ത് കാണണം? ഡോ എം ബൈ ഡോ വൈ. ഡോ എം ബൈ ഡോ വൈ. ഡോ എം ബൈ ഡോ വൈ ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. വൈ കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പോൾ ഇവിടെ വൈ ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടാൻ എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് നിന്ന് 1 വരും. അപ്പോൾ ടാൻ എക്സ് മാത്രമാവും. ദെൻ ടാൻ എക്സ്, ദെൻ കോസ് സ്ക്വയർ എക്സ്. ഇവിടെ എക്സിൻ്റെ ടേം ആണ്, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയി പൊക്കോളും ഡെറിവേറ്റീവ്. സോ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് മാത്രമാവും. ഇനി ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ വാല്യൂ 0 വരും. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ ഈസ് നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എക്സാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എൻ്റെ വാല്യൂ നോക്കാം. ഓക്കെ, അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഡോ എം ബൈ ഡോ വൈയുടെ വാല്യൂ ടാൻ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞത് 0 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? 1. അതായത് ടാൻ എക്സ് എന്ന് വരും അല്ലേ. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആണ് അല്ലേ. ഏത് കണ്ടീഷൻ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. നമ്മൾ 2 കണ്ടീഷൻ പറഞ്ഞായിരുന്നു. ഏതെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആണ്. അപ്പോൾ എന്ത് പറയാം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ നമ്മൾ പഠിച്ചു. എന്താണ്? ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടിയത് എന്താണ്? ടാൻ എക്സ് ആണ്. സോ ടാൻ എക്സ് ഡി എക്സ് എന്ന് വരും. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് മോഡ് സീക്ക് എക്സ് അല്ലേ. ഇ റേസ് ടു ലോഗ് മോഡ് സീക്ക് എക്സ് എന്നാണ് വരിക. അതായത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് വരിക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സീക്ക് എക്സ്, മോഡ് സീക്ക് എക്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ജൂലൈ 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ റൈസ് ടു 4 ഡി വൈ ഈക്വൽ ടു 0. ഓപ്ഷൻസ് വൈ സ്ക്വയർ, 1 ബൈ വൈ സ്ക്വയർ, 1 ബൈ വൈ, വൈ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ തന്നെയാണ് നമുക്ക് എം എന്നൊക്കെ ഓരോന്ന് എടുത്ത് എഴുതാം. ആദ്യ ഇക്വേഷൻ എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ റൈസ് ടു 4 ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ, എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2y റേസ് ടു 4. ഓക്കെ, ഇനി ഡോ എം ബൈ ഡോ വൈ കാണണം. വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 3xy സ്ക്വയർ പ്ലസ് 1 വരും. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2x വരും. അപ്പോൾ 2 ഇൻറ്റു 2 4x വൈ സ്ക്വയർ. ഇവിടെ 2xൻ്റേത് 2 ആയിട്ട് മാറും. ഇത് 10 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 0 ആയി പോക്കോളും. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ ഇസ് നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ എൻ ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ കൊടുക്കുമ്പോൾ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്, അതായത് 3xy സ്ക്വയർ പ്ലസ് 1 മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് എന്നത് 4xy സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2y റേസ് ടു 4. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് 3xy സ്ക്വയർ ഇവിടെ മൈനസ് xy സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? മൈനസ് xy സ്ക്വയർ
-1 കിട്ടും. ഡിനോമിനേറ്ററിൽ 2x² y² പ്ലസ് 2x പ്ലസ് 2y⁴. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. എക്സിൻ്റെ ഫംഗ്ഷൻ മാത്രമല്ല, ഇവിടെ വൈയുടെ ഒക്കെ ടൈം വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ വൈയുടെ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ∂m/∂y മൈനസ് ∂n/∂x ഡിവൈഡഡ് ബൈ m ചെയ്ത് നോക്കുക. അതേതാണ് ഫംഗ്ഷൻ ഓഫ് y ആണോ എന്ന് നോക്കണം. ∂m/∂y മൈനസ് ∂n/∂x ബൈ m എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് y ഓൺലി ആണോ എന്ന് നോക്കാം. അപ്പം ഇവിടെ വാല്യൂസ് കൊടുത്താൽ 3xy² മൈനസ് 6x²y² മൈനസ് 1 ഡിവൈഡഡ് ബൈ xy³ പ്ലസ് y എന്ന് കിട്ടും. വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്താൽ. പക്ഷെ ഇതും എന്തല്ല, ഫംഗ്ഷൻ ഓഫ് y ഓൺലി അല്ല, എഫ് ഓഫ് y മാത്രം വരില്ല. എക്സിൻ്റെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ട് കേസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി വന്നില്ല, ഫംഗ്ഷൻ ഓഫ് y ഓൺലി വന്നില്ല. വേറെ മെത്തേഡുകളുണ്ട്, പക്ഷെ അതിലേക്ക് പോകുന്നതിനും പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കിയിട്ടും വാല്യൂ കണ്ടുപിടിക്കാം. അതായത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ y² കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ∂m/∂y ഈക്വൽ ടു ∂m/∂x ആണോ നോക്കുക. അപ്പോൾ ഫംഗ്ഷൻ എക്സാക്റ്റ് ആവും. അടുത്തത് ഇനി അതിൽ കിട്ടിയില്ല എങ്കിൽ വീണ്ടും അടുത്ത 1/y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ∂m/∂y ∂m/∂x കാണുക, രണ്ടും ഈക്വൽ ആണോ നോക്കുക. അതും കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കുക. അങ്ങനെ ഓപ്ഷൻസ് വെരിഫൈ ചെയ്ത് നമുക്ക് വാല്യൂസിലേക്ക് എത്താം. ഇപ്പം നമ്മൾ പഠിച്ച രണ്ട് കണ്ടീഷനും ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ വേറെ മെത്തേഡുകളുണ്ട്, പക്ഷെ അതിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, y², ആദ്യത്തെ ഓപ്ഷൻ y² ആണ് തന്നിരുന്നത്, y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ xy³ പ്ലസ് y ഇൻറ്റു dx പ്ലസ് 2x²y² പ്ലസ് 2x പ്ലസ് 2y⁴ dy ഈക്വൽ ടു 0 എന്നായിരുന്നു. ഇതിനെ y² മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഇവിടെ xy⁵, ഇത് y⁵3 ഇൻറ്റു dx പ്ലസ് 2x²y⁴ പ്ലസ് 2xy² പ്ലസ് 2y⁵ dy ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ ∂m/∂y ∂m/∂x കാണാം. ഇവിടെ നമ്മൾ m ആയിട്ട് എടുക്കുന്നത് n ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ∂m/∂y ഈക്വൽ ടു dx, ഇത് n dy ഈക്വൽ ടു 0 എന്നുള്ള ഫോർമുല കിട്ടിയിരിക്കുന്നത്. ∂m/∂y എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു y ആണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, x കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ 5xy⁴ പ്ലസ് 3y² എന്ന് വരും. ∂n/∂x എന്ന് പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു x ആണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ടേക്കിംഗ് y ആസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ 2x²y⁴ 4xy⁴ പ്ലസ് 2y² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് നോക്കി, ∂m/∂y ഇത് കിട്ടി, ∂m/∂x ഇത് കിട്ടി. രണ്ടും ഈക്വൽ ആണോ, അല്ല. ∂m/∂y എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ∂n/∂x. നമുക്ക് എന്താ വേണ്ടത്, ഇത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താണ്, എക്സാക്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എക്സാക്ട് അല്ല, നോട്ട് എക്സാക്ട് ആയിട്ടില്ല. അപ്പം എന്തല്ല, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇതല്ല എന്ന് കിട്ടി. ഇങ്ങനെ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1/y² ആണ് അല്ലേ. 1/y² ഇട്ട് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇത് ∂m/∂y ഈസ് നോട്ട് ഈക്വൽ ടു ∂n/∂x എന്ന് കിട്ടും. അപ്പോൾ എന്ത് മനസ്സിലായി, അത് എക്സാക്റ്റ് അല്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക. ഇതുപോലെ തന്നെ അടുത്ത ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാൻ ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി നമുക്ക് അല്ല, ഡി തന്നിരിക്കുന്നത് y എന്നാണ്. xy³ പ്ലസ് y ഇൻറ്റു y dx പ്ലസ് 2y ഇൻറ്റു x²y² പ്ലസ് x പ്ലസ് y⁴ dy ഈക്വൽ ടു 0. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ xy⁴ പ്ലസ് y² ഇൻറ്റു dx പ്ലസ് 2x²y³
പ്ലസ് 2xy പ്ലസ് 2y⁵5 ഇൻറ്റു dy ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൽ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും കാണുക. ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഇത് ചെയ്താൽ 4xy³ എന്ന് വരും പ്ലസ് 2y എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ടേം എൻ ഡി വൈ എന്നാണ് അല്ലേ, എന്നാണിത്. സോ ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുക. എന്നിനെ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ വൈയുടെ ടൈം കോൺസ്റ്റൻ്റ് ആണ്, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2x² എന്നാണ്, അതായത് 4xy³ പ്ലസ് അടുത്ത ടൈം 2y. അടുത്ത ടൈമിൽ എക്സിൻ്റെ ടൈം ഇല്ല, അതുകൊണ്ട് 0. അപ്പോൾ 4xy³ പ്ലസ് 2y രണ്ട് ഭാഗത്തും സെയിം ആയിട്ട് തന്നെ കിട്ടിയാണ് അല്ലേ. ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്ട്. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഏത് ടേം കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്ത് അതാണ് അവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരിക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിട്ട് തന്നേക്കുന്ന y ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരിക. അപ്പോൾ ഒന്നുകിൽ ആ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, അപ്പോൾ ഒന്നുകിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് വൈ മാത്രം വരുവാണെങ്കിൽ എളുപ്പത്തിൽ e⁻f(x) dx അല്ലെങ്കിൽ e⁻f(y) dy എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇനി ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് ഉള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസ് വെരിഫൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഓപ്ഷൻസ് വെരിഫൈ ചെയ്താലും മറ്റേ ചെക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് ലാഭിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇത് ഓപ്ഷൻ ഡി വൈ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളതാണ്, ഒന്ന് നോക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.